ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കളങ്കാൽ റിവ്യൂ പ്ലസ് അനാലിസിസ് ആയിട്ടാണ്. കുറച്ച് വൈകിപ്പോയി ഗൈസ്, സോറി. സംഭവം പടം കണ്ട് വന്നു മുതൽ നല്ല പനിയൊക്കെ ആയിരുന്നു, അപ്പോൾ കിട്ടൊക്കെ ആയിട്ട് കിടക്കായിരുന്നു. അപ്പോൾ പടത്തിന് റിവ്യൂ പറയാം. ഒരു ഷാറിന് വേണ്ടിയിട്ട് ഞാൻ ഞായറാഴ്ച ഒന്നുകൂടി പോയിട്ട് പടം കണ്ട. അപ്പോൾ ആയിരത്തിലാണ് വന്നേക്കണേ. സംഭവം ചൊവ്വാഴ്ച ചെയ്തിരിക്കും, തിങ്കളാഴ്ച വരേണ്ടതാണ്. ചെറിയൊരു ക്ഷീണം കാണിട്ടില്ല. പിന്നെ നമുക്ക് ഒരു റിവ്യൂ, ഒരു കളക്ഷൻ, അതുപോലെ നമുക്ക് അനാലിസിസ് ചെയ്യാൻ പടം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാൽ, പിന്നെ ഈ ഞായറാഴ്ച പോയി വീട്ടിലുണ്ടായ ഒരു കഥ ഉണ്ട്, അത് പറയണ്ടേ, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അല്ലേ, അപ്പം അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. നമുക്ക് ആദ്യം റിവ്യൂ നോക്കാം. എൻ്റെ അളിയ എന്ത് പടമാണ് അത്! വന്നവരും പോയൊരു അന്യായ പെർഫോമൻസ്. മമ്മൂക്ക, നിങ്ങളെന്ത് മനുഷ്യനാണ്! 74 വയസ്സായി നിങ്ങളുടെ മുഖത്ത് വരുന്ന സ്പെഷ്യൽ ഞങ്ങൾക്കാർക്ക് ഇവിടെ പറ്റണല്ല. അഭിനയകലയുടെ കുലപതിയാണ് നിങ്ങൾ. മാരക പ്രകടനമാണ് പടത്തിൽ. മമ്മൂക്കയുടെ അത് തുടക്കം മുതൽ അവസാനം വരെയും ഒരേ റേഞ്ചാണ്. അപ്പം വിനായകനും പൊളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് പുതിയൊരു മാരക വിലനെ കിട്ടിയിട്ടുണ്ട് കളങ്കാവലിലൂടെ. തകർത്ത് എവിടെ പോലും ലാഗ് എനിക്ക് തോന്നിയില്ല. ഓരോ നടിമാരുടെ കൂടെ ലിങ്ക് ചെയ്ത് അഭിനയിച്ച് പോകാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, ഭയങ്കര റിസ്ക്കാണ്. അടുത്തൊരു പോസിറ്റീവ് സിനിമയിലെ മ്യൂസിക്കാണ്. മജീദ് എന്ത് കത്തികളാണ്! ബീജമൊക്കെ ചുമ്മാ തീയായിരുന്നു. എൻ്റെ സോങ് പ്ലേസ്മെൻറ്റൊക്കെ മാരകം. ക്ലൈമാക്സ് സീനിലായിരുന്നു നിലാക്കായമാര് തോന്നിയൊരു പ്ലേസ്മെൻ്റ് ഉണ്ട്, അത് വേറെ ലെവൽ സാധനമായിരുന്നു. പടം മൊത്തത്തിൽ തകർത്താടി, കിട്ടില്ല പടം. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. 100 കോടി അടിക്കുമെന്നുള്ള ചോദ്യം ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുവരെയുള്ള കളക്ഷൻ സീസൺ നമുക്കൊന്ന് നോക്കാം. ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 5 കോടി രൂപ സിനിമ നേടി. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സിനിമ 15 കോടി രൂപയായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. 2 ദിവസം കേരളത്തിൽ നിന്ന് 5 കോടിക്ക് മുകളിൽ സിനിമ നേടി. വേൾഡ് വൈഡായ സിനിമ 18 കോടിക്കടുത്തും കളങ്കാവൽ കളക്ട് ചെയ്തു. അങ്ങനെ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് 31 കോടി രൂപ കളങ്കാവൽ നേടി. അതേപോലെ തന്നെ 3-ാം ദിവസം വേൾഡ് വൈഡായിട്ട് സിനിമ ഏകദേശം 10 കോടി രൂപയോളം നേടിയിട്ടുണ്ട്. ഞായറാഴ്ച നമ്മൾ പ്രതീക്ഷ രീതിയിലുള്ള കളക്ഷൻ വന്നിട്ടില്ല. അപ്പോൾ 3 ദിവസം കൊണ്ട് 43 കോടി രൂപയാണ് സിനിമയുടെ കളക്ഷൻ. ഇനി കളങ്കാവലിൽ നിന്ന് മമ്മൂക്ക സിനിമയ്ക്ക് 100 കോടി കിട്ടാതിരിക്കാനുള്ളൊരു കാരണം അത് പറയാം. 100 കോടി സിനിമയ്ക്ക് കിട്ടിയില്ലെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം അത് ഫാമിലി ഓഡിയൻസാണ്. ഫാമിലി ഓഡിയൻസ് അങ്ങനെ കയറുന്നില്ല. അല്ലെങ്കിൽ 100 കോടിയൊക്കെ എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. മൺഡേ കളക്ഷനോട് കൂടി സിനിമ 50 കോടി കടക്കും. ഇന്നും കൂടി ആകുമ്പോൾ ഒരു 50-55 കോടി ആ ഒരു റേഞ്ചിൽ വരും. നാളെയും മറ്റന്നാളും ഇലക്ഷൻ ഒക്കെയാണ്. അപ്പോൾ ഓഡിയൻസായിട്ട് ആൾക്കാർ കുറവായിരിക്കും. കളക്ഷൻ കൂടാൻ സാധ്യത ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കയറും, അവർക്ക് ലീവാണ്. ഈ ആഴ്ച കഴിയുമ്പോഴേക്കും കളങ്കാവൽ വേൾഡിലോട്ട് 80 കോടിയാണ് കഴിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ മെല്ലെ സിനിമയ്ക്ക് 100 കോടി അടിക്കാം. പിന്നെ 18-ാം തീയതി ബബ്ബ ഇറങ്ങി പോസിറ്റീവ് വന്നാൽ അറിയാലോ, ഫാമിലി ഓഡിയൻസിൻ്റെ കുത്തൊഴുക്കാവും. പിന്നെ കളങ്കാവലിൽ സ്ക്രീൻസൊക്കെ കുറയും. ഇപ്പോൾ ദിലീപേട്ടൻ കോടതി വെറുതെ വിട്ടത് 18-ന് തന്നെ ബബ്ബ വരും. ഇനി ഒരു ട്രെയിലർ കൂടി വന്നാൽ തീർന്ന്. ഇപ്പോൾ ആകാശം മുട്ടും. അപ്പോൾ ഈ ആഴ്ച കസരിയ കളങ്കാവലിന് 100 കോടി അടിക്കാം. നമ്മുടെ മമ്മൂക്കയുടെ ആദ്യം 100 കോടി പടമായിരിക്കും. പിന്നെ കുറേ എണ്ണം പറയുന്നുണ്ട് വിനായകനാണ് ആദ്യം 100 കോടി. സംഭവം ശരിയാണ്, വിനായകനാണ് സിനിമയുടെ നായകൻ. പക്ഷെ അങ്ങനെ പുള്ളപ്പ് ഇത് പറയുന്ന ഒരു ഹേറ്റേഴ്സാണ്. ഒരിക്കലും മമ്മൂക്കയ്ക്ക് 100 കോടി കിട്ടി എന്ന് പറയില്ല ഇവരൊരുത്തനും. വിനായകനായി 100 കോടി അങ്ങനെ എടുത്ത് തള്ളി കയറ്റി. ഈ സിനിമ 100 കോടിയുള്ളത് മമ്മൂക്കുള്ളത് കൊണ്ട് മാത്രമാണ്. ഇവിടുത്തെ മമ്മൂക്കല്ല വലിയ വേറെ ആരാണെങ്കിൽ ഈ സിനിമ 100 കോടി അടിക്കുമോ? 100 പോട്ടെ, ഈ ഒരു റേഞ്ച് വരുമോ? ഒരിക്കലും ഇല്ല. ഇക്ക തന്നെയാണ് അതിനൊക്കെ കാരണം. ഇമാരി മാരകൾ GCC എന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഹൈ റെസ്പോൺസ് ഹൈ കളക്ഷനാണ്. അവിടെ ഇമാരി കൊളുത്തുന്നത് മമ്മൂക്ക ഉള്ളതുകൊണ്ടാണ്. ഇനി ഞാൻ അനുഭവം പറയാമെന്ന് പറഞ്ഞില്ല, അത് പറയാം. ഞാൻ ഞായറാഴ്ച പോയിട്ട് കേട്ടുള്ളത് മമ്മൂക്ക ഫാനെ ഞാൻ മാത്രമേ ഉള്ളൂ തോന്നണം. വിനായകൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ കൂക്കലും വിളിക്കലും അവരൊക്കെ മമ്മൂക്ക ഹേറ്റേഴ്സ് ആയിരിക്കും. മമ്മൂക്കയുടെ എൻട്രിക്ക് കൂക്കിയത് ഞാനും കുറച്ച് പേര് മാത്രമാണ്. ഈ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. തിയേറ്ററിൽ മൊത്തം ഇക്ക ഹേറ്റേഴ്സ് ആയിരിക്കും മിക്കവരും. ഞാൻ ആദ്യം FDFS പോയ ഷോയിൽ മമ്മൂക്ക ഫാൻസിൻ്റെ ആറാട്ടായിരുന്നു. അത് എന്താണ് പടം കാണാൻ മര്യാദയ്ക്ക് പടം കാണാൻ പറ്റിയിട്ടില്ല. ഫുൾ അടിച്ച് പൊളി ചെയ്ത് ചില്ല് വൈബായിരുന്നു ഞാൻ ആദ്യം പോയ തിയേറ്ററിൽ, അതായത് FDFSന് പോയ തിയേറ്ററിൽ. മമ്മൂക്ക എന്ത് പറഞ്ഞു അപ്പം ആഘോഷിക്കലും പടക്കം പൊട്ടലും ഓരോ സീനും ഒരു വീഡിയോയിൽ വിളിച്ച വരുന്ന സംഭവമൊക്കെ മാരകമായിരുന്നു തിയേറ്ററിൽ. ഇവിടെ ഒരു തേങ്ങ മൂടും ഇല്ല. എന്താണതിങ്ങനെ? എന്തായാലും ഇപ്പോഴത്തെ കേസിൽ പറയാൻ വന്നതാണ്. ഇപ്പോഴും വയ്യാട്ട ശബ്ദത്തിനൊക്കെ നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കേണ്ട വലിയൊരു ഉഷാറൊന്നും ഇല്ല. പക്ഷേ ഒരു പടത്തിൽ റിവ്യൂ ഇടാണ്ടിരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് 2 ദിവസം വെയിറ്റാണ് ഞാൻ ഇടുന്നത്. ഇവിടെ 100 കോടി അടിക്കും. നിങ്ങൾക്കതാ തോന്നണം. എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഇവിടെ 100 കോടി അടിക്കും. ഇപ്പോൾ വെയിറ്റാലും ഇല്ലെങ്കിൽ 100 കോടി സിനിമ അടിക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ അവധികൾ വരുന്നുണ്ട്. ഈ ഒരാഴ്ച സിനിമ നല്ലൊരു കസറി കഴിഞ്ഞാൽ 100 സിനിമയ്ക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും സിനിമ 100 കോടി അടിക്കട്ടെ. ഇപ്രാവശ്യം 100 കോടി നമുക്ക് വേണം. നമുക്കിടെ ഫസ്റ്റ് 100 കോടി ആയിരിക്കും ഒരു പടം. അതങ്ങനെ ഒരു ത്രില്ലർ മൂഡ് പടത്തിൽ വന്നിട്ടൊരു ഷോ ബേസ് പടത്തിൽ വന്നിട്ട് 100 കോടി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല പെർഫോമൻസ് കൊണ്ട് 100 കോടി കിട്ടുന്ന ആദ്യ മലയാള പടമായിരിക്കും ഇത്, അല്ലേ? എന്തായാലും അടിക്കട്ടെ പടം. ഓരോ കളക്ഷൻ റിപ്പോർട്ടൊക്കെ ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇനി വീഡിയോ നമ്മൾ മാക്സിമം ഇട്ടാട്ടോ. ഒരു 5000 കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.